என்னையா கருப்பையா, எப்படி இருக்க? அவ்வளவுதானே? ஒண்ணும் கிடைக்கிற மாதிரி இல்லையே சாமி. கிடைக்கும் கிடைக்கும், நன்னாய் பாருங்க. என்னம்மா பாம்பா? இங்க பாம்பு படுதாரொന്നും வராது. நீ கனவு கண்டதாയിരിക്കും. தூக்கத்தில் என்னவோ. படுத்துக்கோ. சாமி, ஒரு பொடி பொண்ணு கூட கிடைக்கல சாமி. கொடுத்த ரூபாய திரும்ப கொடுங்க சாமி. ഒന്നും கிடைச்சில்ல. ஏமாத்த வேண்டாம். எல்லாம் ഞാൻ കാണാതെ ഒതുക്കിയിട്ടുണ്ടാവും. இல்ல சாமி, நீங்க எங்க வேணாலும் பாத்துக்கங்க சாமி. வேண்டாம் வேண்டாம், நீங்க പറഞ്ഞ படி எல்லாம் நான் செய்திருக்கேன். அப்படி எல்லாம் சொல்லாதீங்க சாமி. பாதி ரூபாயாவது திருப்பி கொடு சாமி. ஊருக்கு திரும்பி போறதுக்கு காசு கிடையாது சாமி. போ போ போ. என் பொண்டாட்டி கட்டுத்தாலிய அடமான வச்சு வாங்கிட்டு வந்த பணம் சாமி. தயவு செய்து கொடுங்க சாமி. நீ എന്റെ തനി സ്വഭാവം എടുക്കണം. വാലാലുകള് വലിഞ്ഞു കയറി വരും, എന്നിട്ട് കിടന്ന് കരയും. പാവങ്ങള് അവരുടെ രൂപ കൊടുത്തേക്കച്ച. അവർക്ക് ഒരു പൊടി പൊന്നു പോലും കിട്ടിയില്ല. അവരെയൊക്കെ ചതിച്ച ഈശ്വരങ്ങളും ഉണ്ടാവും. നീ എന്നെ പഠിപ്പിക്കണ്ട. അവർ വന്നു കയറിയപ്പോ തുടങ്ങിയ എന്റെ അനുകമ്പ. അച്ഛൻ ദുഷ്ടനാ, കള്ളനാ. എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? അമ്മൂട്ടിയുടെ മുഖത്ത് നോക്കി തട്ടക്കുട്ടിക്ക് പറയാൻ കഴിയോ? ഭഗവതിക്കാവില് രണ്ടു നേരം തൊഴാൻ പോകുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല. നീരാഹാരം കഴിച്ച് തിങ്കളാഴ്ച വ്രതം നോക്കുന്നതും എനിക്ക് വേണ്ടിയിട്ടല്ല. തട്ടാക്കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ അമ്മൂട്ടി ജീവിച്ചിരിക്കുന്നുണ്ടോ? ഇനി ഇങ്ങനത്തെ വിചാരങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം. തലയാട്ടിയ പോരാ, എനിക്ക് ഉറപ്പ് തരണം. ഉറപ്പ്.
ഉദ്ദേശം? നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. നീ മാത്രം. നീ എന്നാ വന്നത്? ഇന്നലെ. നിന്റെ കെട്ടിയവൻ ഇപ്പോഴും തുണിമില്ലി തന്നെ പണി. ആ, തങ്കപ്പേട്ട നാളെ വൈകിട്ടേ എത്തൂ. ചേട്ടൻ നേരത്തെ വരാത്തതിന് ഞാനും കിടന്ന് തുടല് പൊട്ടിക്കുക. 2 ദിവസമായിട്ട് നിനക്ക് തീരെ സുഖമില്ല. ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കാണാൻ പറഞ്ഞാ അതും കേൾക്കില്ല. ഞാൻ അരയ്ക്കാൻ ചേച്ചി. രണ്ട് ദിവസം ആശുപത്രി പോയി കിടക്കാൻ പറഞ്ഞ കിടന്നാൽ എന്താ? ഞാൻ ആശുപത്രിയിൽ പോയി കിടന്നാ മോളെ സ്കൂളിൽ അയക്കലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെയും മുടങ്ങൂല്ലേ? ഓ, അത് സാരല്ല. അതിനിവിടെ അമ്മുല്ലേ? അല്ലേ അമ്മു? ഏതായാലും നീ ഒരാഴ്ച പോയി ആശുപത്രി കിടക്ക്. ഞാൻ പോണു. വരട്ടെ അമ്മു. നിന്നെ ആരുടെയെങ്കിലും കയ്യിലേൽപ്പിച്ചാലേ എനിക്ക് സമാധാനമുള്ളൂ. ആശുപത്രി പോയി കിടക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് എനിക്കറിയാം. നിന്റെ ചേട്ടന്റെ സ്വഭാവം അങ്ങനെയായി പോയി. ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം ചേച്ചി. ഉണ്ണി, ഉണ്ണിയില്ലേ? ഇല്ല. ഉണ്ണി പറഞ്ഞിട്ട് ഞാനൊരു ആലവാല് മറിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആർക്കും വേണ്ട. നിങ്ങൾ കാരണം അച്ഛനെയും അവൻ എപ്പോഴും തല്ലുകൊള്ളുന്നത്. എന്നോടൊന്ന് എത്ര ദേഷ്യം. ആലവാല് തന്നേക്കട്ടെ, കൊടുത്തേക്കാവോ? ഇവിടെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞില്ലേ? 2 ബ്ലൗസ് തയ്ക്കണം. തയ്ക്കാലോ? അകത്തേക്ക് കയറൂ, അളവെടുക്കാം. അളവ് ബ്ലൗസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ഓണത്തിന് തയ്പ്പിച്ച ബ്ലൗസ് അല്ലേ? അത് ശരിയാവില്ല. ഓരോ ബ്ലൗസ് തയ്ക്കുമ്പോഴും അപ്പപ്പ അളവെടുക്കണം, എങ്കിലും നന്നാവൂ. അകത്തേക്ക് പൊക്കോളൂ. ഇങ്ങോട്ട് വരിക. അങ്ങോട്ട് പൊക്കോളൂ, ഞാൻ പിന്നാലെ ഉണ്ട്. കൊല്ലാനൊന്നും അല്ലല്ലോ. കൊച്ചാപ്പി എടുത്താ പോരെ? അവന് ബട്ടൺസ് തയ്ക്കാനല്ലേ അറിയൂ? ആശാന് ഞാൻ നന്നായിട്ട് എടുക്കാം. ആശാന് അമ്പലം. പിന്നെ ആശാനെ അമ്മൂട്ടി വരുന്നുണ്ട്. ഓ, എന്നാ ഈ പ്രാവശ്യം അളവ് വേണ്ട, ബ്ലൗസ് മതി. ചെല്ലേ ചെല്ലേ. എന്ന് തരും? എന്നാ വേണേ തരാം. ചെല്ലേ. അമ്മൂട്ടിക്ക് ഇതിലേതാ ഇഷ്ടം? എന്തിനാ നീ പറയുന്നേ. ശരാ, എന്നാ ഇതുകൊണ്ട് നിനക്ക് ഞാൻ നല്ലൊരു ബ്ലൗസ് തയ്ച്ചു തരാം. ഇത് ഓരോരുത്തരും തയ്ക്കാൻ കൊണ്ടുവന്ന തുണിയല്ലേ? എനിക്കൊന്നും വേണ്ട. നീ ഇതിട്ട് നടന്ന നല്ല ചന്തായിരിക്കും. ആശാനെ അളവ് എടുക്കണോ? ഇടയ്ക്ക് സംസാരിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇത് ഞാൻ നിനക്ക് തയ്ച്ചോണ്ട് വരും കേട്ടോ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ചേച്ചി, ചേച്ചി എന്തിനാ കരയുന്നത്? ഞാൻ കരഞ്ഞില്ലല്ലോ. ജാനുവിന്റെ കല്യാണത്തിന് ചേച്ചി പോയില്ലേ? ഇല്ല. എന്താ ചേച്ചി പോവാത്തെ? ചേച്ചിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടാ? അതല്ലുണ്ണി, ഞാൻ അവിടെ ചെല്ലുമ്പോ ഓരോരുത്തരും ചോദ്യം ഉണ്ടാവും. കല്യാണമൊന്നും ആയില്ലേ, എന്താ നടത്താത്തെന്നൊക്കെ. എന്നെ കൊണ്ടാവില്ല. പറഞ്ഞു മടുത്തോ. ചേച്ചിയുടെ കല്യാണം അച്ഛൻ നടത്താഞ്ഞിട്ടല്ലേ? സ്ത്രീധനം കൊടുക്കാൻ അച്ഛൻ്റെ അടുത്ത് പൂത്ത പണം ഉണ്ടല്ലോ, അച്ഛൻ കൊടുക്കൂല. ഇങ്ങനത്തെ ഒരു അച്ഛൻ പിന്നെ ആർക്ക് വേണ്ടി അതൊക്കെ ഉണ്ടാക്കുന്നേ? ഞാൻ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ? വേണ്ടുണ്ണി, ഇനി അതും പറഞ്ഞ് അച്ഛന് തല്ലുകൊള്ളണ്ട. അല്ലാതെ തന്നെ നിനക്ക് വേണ്ടത് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ കണക്കെല്ലാം ശരിയല്ലേ? കല്യാണത്തിന് തട്ടാര് വരാതിരിക്കുക കേട്ടോ. ഈ ചിങ്ങത്തിലെ മോക്ക് 18 വയസ്സ് തികയും. വയസ്സ് തികയാഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങി ദേവസ്ഥ കൊടുത്തിരിക്കുക.
ഓരോ ഉത്തരവാദിത്തങ്ങൾ നേരത്തെ അങ്ങ് തീരുമല്ലോ. അപ്പൊ ഗോപാലനാർ ഇറങ്ങല്ലേ? ഓ ശരി. എന്നാ ചെല്ലേ. എല്ലാരും എന്നോടാ ചോദിക്കുന്നത് ചേച്ചിയുടെ കല്യാണം എന്താ നടത്താത്തെന്ന്. നമുക്ക് നടത്തണ്ടേ ചേച്ചാ? ആങ്ങളുടെ കാശുണ്ടായിരുന്ന നേരത്തെ അങ്ങ് നടത്തിക്കൂടായിരുന്നോ? എന്റെ കാശില്ല, അച്ഛൻ്റെ അടുത്ത് പൂത്ത പണമില്ലയോ? ഇവിടെ വരുന്നവർക്ക് പെണ്ണിനല്ല പണമല്ലേ വേണ്ടത്? അച്ചിട്ടാര് പൊന്നും പണം കെട്ടി വെച്ചിരിക്കല്ലേ വാരിക്കോരി കൊടുക്കാൻ. അച്ഛനിങ്ങനെ പണം കൊട്ടി പിടിച്ചോണ്ടിരിക്കുന്നതിനാ ചത്തു പോകുമ്പോ കൊണ്ടുപോകാൻ പറ്റുവാണോ? മിണ്ടാതെ അവിടെ നിന്ന് പറഞ്ഞോണം. അച്ഛനിങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് കാശ് വാങ്ങിയാലേ അതിന്റെ ശാപം മുഴുവൻ കിട്ടുന്ന മക്കൾക്ക. കഴിവേറി നീ എന്നെ നേരെ സംസാരിക്കാതെ അല്ലടാ, അടിച്ച അസ്ഥി ഞാൻ ഓടിച്ചോളയും. ആ ഉണ്ണി, ഞാൻ പറഞ്ഞല്ലേ പറയണ്ടെന്ന്. അച്ഛൻ